ആശ്വാസവും പ്രോത്സാഹനവും ആത്മീയ ഉൾക്കാഴ്ചയും നൽകുന്ന ഒരു സന്ദേശം. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഈ വാക്കുകൾ ദൈവത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു ജീവിതത്തിൻ്റെ വ്യക്തമായ ചിത്രം വരച്ച് കാണിക്കുന്നു. ഈ വാക്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വെള്ളത്തിനരികെ നട്ട ഒരു വൃക്ഷത്തിൻ്റെ ഭംഗി എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഈ വൃക്ഷം മറ്റ് വൃക്ഷങ്ങൾ പോലെയല്ല. ഇതിന് വളരുവാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് ശ്രദ്ധാപൂർവം സ്ഥാപിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിനാവശ്യമായുള്ള വെള്ളം എപ്പോഴും അതിന് ലഭിക്കുന്നു. അതിൻ്റെ വേരുകൾ മണ്ണിൽ ആഴത്തിൽ ചെന്നെത്തുന്നു. അത് ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ദൈവമക്കൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ശക്തമായ ഒരു രൂപകമാണ് ഈ വൃക്ഷം. ദൈവവചനത്തിൽ നമ്മുടെ വേരുകൾ ആഴത്തിൽ പതിപ്പിക്കുമ്പോൾ അവനുമായി ആഴത്തിലുള്ളതും നിലനിൽക്കുന്നതുമായ ഒരു ബന്ധം വളർത്തിയെടുക്കുമ്പോൾ നമ്മൾ ഈ വൃക്ഷത്തെ പോലെയാകും. നമ്മൾ ശക്തരും ഊർജ്ജസ്വലരും ഫലപ്രദരുമായി തീരും. പരീക്ഷണങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ചൂട് നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. പക്ഷേ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ ഇലകൾ പച്ചയായി തന്നെ തുടരും. ഇത് നമ്മുടെ ഊർജ്ജസ്വലതയും അഭിവൃദ്ധി പ്രാപിക്കുവാനുള്ള ആ ഒരു വാഞ്ചയും ആ വിശ്വാസത്തിൻ്റെ പ്രതീകമായി മാറുകയും ചെയ്യും. ദുഷ്കരമായ സാഹചര്യങ്ങൾ കൂടി വരൾച്ച വരുമ്പോൾ നമ്മൾ ഭാരപ്പെടേണ്ടതില്ല. കാരണം നമ്മുടെ വേരുകൾ ആഴത്തിലാണെന്നും ദൈവം നമ്മെ നിലനിർത്തുമെന്നും ഓർക്കുക. ദൈവത്തെ ബഹുമാനിക്കുകയും നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഫലങ്ങൾ നാം നൽകുക. മറ്റുള്ളവർക്ക് ജീവൻ, പ്രത്യാശ, പ്രോത്സാഹനം എന്നിവയുടെ ഉറവിടമായി നാം മാറണം. അതിനാൽ ഇത്തരത്തിലുള്ള ജീവിതം വളർത്തിയെടുക്കാൻ നമുക്കിന്ന് ബോധപൂർവം ചുവടുവയ്ക്കാം. ദൈവവചനത്തിലേക്ക് ആഴത്തിൽ വേരുകൾ ഉറപ്പിക്കാം. ദൈവത്തെ കൂടുതൽ അടുത്തറിയാൻ നമുക്ക് ശ്രമിക്കാം. ജീവിതത്തിലെ എല്ലാ ഉയർച്ച താഴ്ചകളിലും നമ്മെ നിലനിർത്തുവാൻ ദൈവത്തോട് അപേക്ഷിക്കാം. കാരണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വെള്ളത്തിനരികെ നട്ട ഒരു വൃക്ഷം പോലെയും ശക്തരും ഫലവത്തുള്ളവരും ആയിത്തീരും. ഗോഡ് ബ്ലസ് യു.